ഒരു എല്ല് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് ഡോക്ടർ എല്ലുകൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ്. എല്ലുകൾക്ക് വേണ്ടി ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പ്രോപ്പറായിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. എസ്പെഷ്യലി നമ്മൾ 40 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ എല്ല് തേയ്മാനം എന്ന് പറയുന്നത് അത് ഫീമെയിൽസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മെനപ്പോസ് ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് കോൾഡ് പോസ്റ്റ് മെനപ്പോസൽ ഓസ്റ്റിയോപൊറോസിസ്. കാരണം നമ്മുടെ ഒരു ഈസ്ട്രോ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ട് ഓവറി ഉണ്ടാക്കുന്നത്, അതാണ് നമ്മുടെ എല്ലുകളുടെ സ്ട്രെങ്ത് നിർത്തുന്നത്. അപ്പം സ്ത്രീകളിലാണെങ്കിൽ മെനപ്പോസ് ആയി കഴിഞ്ഞാൽ ഓസ്റ്റിയോപൊറോസിസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് 60 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് കൈകുത്തി വീണാൽ മതി ഇവിടുത്തെ എല്ല് പൊട്ടാനായിട്ട്. ചിലപ്പോൾ കാർപ്പറ്റിലൊന്ന് കാല് തിരിഞ്ഞാൽ തന്നെ ഇടുപ്പിൽ എല്ല് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഇഞ്ചുറി പെട്ടെന്ന് വരും. അതൊക്കെ ഓസ്റ്റിയോപൊറോട്ടിക് ഫ്രാക്ചേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രായം കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ എല്ലുകളുടെ സ്ട്രെങ്ത് നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏറ്റവും പ്രധാനം നമ്മുടെ ബാങ്കിലെ പൈസ കണക്കാണ് നമ്മുടെ എല്ലിൻ്റെ സ്ട്രെങ്ത്. നമ്മുടെ ചെറുപ്പകാലത്ത് എല്ലിന് എത്ര സ്ട്രെങ്ത് ഉണ്ട് അതിനനുസരിച്ചിട്ടായിരിക്കും വയസ്സാകുമ്പോഴും അതിൻ്റെ സ്ട്രെങ്ത് നിൽക്കുന്നത്. കാരണം 40 കഴിഞ്ഞാൽ കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് തുടക്കത്തിലെ ബാലൻസ് കൂടുതലുണ്ടെങ്കിൽ കുറഞ്ഞാലും ബാക്കി നിൽക്കും, പക്ഷേ ഹാൻഡിൽ ചെയ്യാനുള്ളത് ഉണ്ടാവും. അതേസമയം ചെറുപ്പത്തിലെ നമ്മുടെ ബോണിന് സ്ട്രെങ്ത് ഇല്ല അല്ലെങ്കിൽ ഡയമെൻഷൻസ് കുറവാണെങ്കിൽ, ഇപ്പോൾ എസ്പെഷ്യലി കൊക്കേഷ്യൻസ് ഉണ്ട്, യൂറോപ്യൻസിനാണെങ്കിൽ നമ്മളെ അപേക്ഷിച്ചിട്ട് എല്ലിന് സ്ട്രെങ്ത് ഡെൻസിറ്റി കൂടുതലാണ്, ബ്രെഡ്ത്തും കൂടുതലാണ്. നമ്മൾ പക്ഷേ ഏഷ്യൻ പോപ്പുലേഷൻ ആണെങ്കിൽ വളരെ ചെറുതാണ്, അതുകൊണ്ടാണ് നമ്മളിൽ കൂടുതലായിട്ട് കാണുന്നത്. അപ്പം ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ എല്ലിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം. അപ്പോൾ ഈ 40 കഴിഞ്ഞാൽ എസ്പെഷ്യലി ഫുഡ്, കാൽഷ്യം കൂടുതലടങ്ങിയ ഫുഡ്, ഉദാഹരണം പറയുകയാണെങ്കിൽ കുഞ്ഞു മത്സ്യങ്ങളിനകത്തുണ്ട്, അത് കണക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസിനകത്തുണ്ട്, ഡയറി പ്രോഡക്ട്സ് കൊഴുപ്പ് മാറ്റിക്കഴിഞ്ഞാൽ ഇതൊക്കെ നല്ല സോഴ്സാണ് കാൽഷ്യത്തിനുള്ള. ഇതിനെക്കാട്ടിയൊക്കെ പ്രധാനമായിട്ടുള്ളത് എക്സസൈസ് എന്നുള്ളതാണ്. അതായത് ലോഡിങ് എക്സസൈസ്, നമ്മൾ ലോഡ് ചെയ്തിട്ടുള്ള ഓട്ടം ചാട്ടം എന്നൊക്കെ പറഞ്ഞില്ലേ, ലോഡിയിട്ടുള്ള എക്സസൈസോ അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ടുള്ള എക്സസൈസോ, ഇതൊക്കെ എല്ലിന് മാത്രമല്ല മസിൽസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 40 കഴിഞ്ഞാൽ സാർക്കോപ്പിനി എന്ന് പറയുന്നത് നമ്മുടെ മസിൽ മാസ് ക്രമാനുഗതമായിട്ട് കുറഞ്ഞു വരും അൺലെസ് നമ്മൾ ഈ വക എക്സസൈസ് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ എക്സസൈസ് എസ്പെഷ്യലി ലോഡിങ് എക്സസൈസ്, അത് ചെറിയ ഓട്ടോ ആകാം, സ്വിമ്മിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ് എക്സസൈസ്. കാരണം സ്വിമ്മിംഗ് ആകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ കോർ സ്റ്റെബിലിറ്റി, നമ്മുടെ കോർ മസിൽസിന് സ്റ്റെബിലിറ്റി വളരെ കൂട്ടും. അപ്പോൾ അറിയുന്നതാണെങ്കിൽ സ്വിമ്മിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ. അത് തന്നെ വേണമെന്നില്ല, ലോഡിങ് ആയിട്ടുള്ള എക്സസൈസുകളും ഏറ്റവും പ്രധാനമാണ്. പിന്നെ മൂന്നാമത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്. അതായത് പുകവലി, മദ്യപാനം, ഇതൊക്കെ ബോണിൻ്റെ സ്ട്രെങ്ത് കുറയ്ക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഈ പുകവലിയും മദ്യപാനമൊക്കെ നമ്മുടെ എല്ലുകളെ ബാധിക്കും. എല്ലിന് ഓസ്റ്റിയോപൊറോസിസ് വളരെ വരാൻ കൂടുതലാണുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ചില പ്രത്യേക അസുഖങ്ങളുണ്ട്, തൈറോയിഡിൻ്റെ അസുഖങ്ങളുള്ളവർക്ക്, അവർക്കാണെങ്കിൽ എല്ലിൻ്റെ സ്ട്രെങ്ത് കുറയും, ഓസ്റ്റിയോപൊറോസിസ് വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക എന്നുള്ള ഏറ്റവും പ്രധാനമാണ്. പിന്നെ ഇതിലും പ്രധാനമായിട്ട് പാരാതൈറോയ്ഡ് ഹോർമോൺ, ഒരു ഗ്ലാൻഡ് ഉണ്ട് നമുക്ക്, അതിൽ ഹോർമോൺസ് കൂടുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡിൽ കാൽഷ്യം കൂടുതലായിരിക്കും. കാരണം നമ്മുടെ എല്ലിലുള്ള കാൽഷ്യത്തെ വലിച്ചിട്ട് ബ്ലഡിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കാൽഷ്യം നോർമൽ അല്ലെങ്കിൽ കൂടുതലായിരിക്കും, പക്ഷേ നമ്മുടെ എല്ലുകൾ ബ്രിട്ടിലായിക്കൊണ്ടിരിക്കും, ഒടിയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. ഏറ്റവും പ്രധാനം നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും എക്സസൈസും തന്നെയാണ് പ്രായമാകുമ്പോൾ നമ്മുടെ എല്ലിൻ്റെ സ്ട്രെങ്ത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളത്. ഡോക്ടർ പറഞ്ഞ ഈ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടല്ലോ, അതായത് കാൽഷ്യം റിച്ച് ഭക്ഷണങ്ങൾ, ചെറുപ്പം മുതലേ നമ്മുടെ ഭക്ഷണത്തിൽ കാൽഷ്യത്തിന് വേണ്ടി നമ്മൾ കഴിക്കേണ്ട ടോപ്പ് ഒരു 3-4 ഫുഡ് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ആസ് ഐ സെഡ്, ഏറ്റവും പ്രധാനം നമ്മളൊക്കെ ആണെങ്കിൽ ശരിക്കും എൻ്റെയൊക്കെ ചെറുപ്പകാലത്തായിരുന്നെങ്കിൽ നമ്മൾ ഈ ചിക്കനൊക്കെ വളരെ കുറവായിരുന്നു. കാരണം ഈ ബ്രോയിലർ ചിക്കനൊന്നും ഇല്ലായിരുന്നു. അപ്പം എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ മത്സ്യങ്ങൾ കൊണ്ടുവരുമായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ മത്സ്യങ്ങൾ, അയലണക്കുള്ള മത്സ്യങ്ങളൊക്കെ ശരിക്കും കാൽഷ്യം മാത്രമല്ല ഒമേഗ 3 ഫാറ്റി ആസിഡിൻ്റെ റിച്ച് സോഴ്സാണ്. അപ്പോൾ ചെറിയ നെത്തുലണക്കുള്ള മത്സ്യങ്ങൾ ഇതൊക്കെ ആണെങ്കിൽ കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ നോർമലി നമുക്ക് ആവശ്യത്തിനുള്ള കാൽഷ്യം കിട്ടും, ഒമേഗ 3 ഫാറ്റി ആസിഡ്സും കിട്ടും. പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നല്ലതാണ്. മിൽക്ക് ഡയറി പ്രോഡക്ട്സ് വളരെ നല്ലതാണ്. പക്ഷേ നമ്മൾ പ്രായം ഉള്ളവർക്കാണെങ്കിൽ, കൊളസ്ട്രോൾ ഉള്ളവർക്കാണെങ്കിൽ കൊഴുപ്പ് മാറ്റിയിട്ട് വേണം അത് ഉപയോഗിക്കാനായിട്ട്. ഇത് മൂന്നുമാണ് ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. കോമൺലി അവൈലബിൾ ആയിട്ടുള്ള ഫുഡും കൂടാണ്. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ കാൽഷ്യം ഡെഫിഷ്യൻസി ഭയങ്കര കോമൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരും കാൽഷ്യം ടാബ്ലറ്റ്സ് എടുക്കും. അതിപ്പോൾ ഡോക്ടറെ കാണണമെന്നൊന്നുമില്ല. ഈ കാൽഷ്യം ടാബ്ലറ്റ്സ് അങ്ങനെ നോർമലി എടുക്കുന്നത്, അതായത് ലൈഫിൻ്റെ ഒരു ഭാഗമായി എടുക്കുന്നത് കൊണ്ട് ദോഷമുണ്ടോ? സാധാരണ ആൾക്കാർക്ക് നമ്മൾ ഈ പ്രോപ്പർ ഫുഡ് കഴിക്കുന്നവർക്കാണ് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 40 കഴിഞ്ഞ ഫീമെയിൽസിൽ, ഞാൻ പറഞ്ഞ കണക്ക് ആർത്തവിരാമമായ ആൾക്കാർക്ക്, പോസ്റ്റ് മെനപ്പോസുള്ള ആൾക്കാർക്ക് ബോൺ ഡെൻസിറ്റി കുറവാണെങ്കിൽ, ബോൺ ഡെൻസിറ്റി എങ്ങനെ കുറവെന്ന് പറയുന്നത് ഒരു ടെസ്റ്റ് ഉണ്ട്, ഡെക്സാ സ്കാൻ എന്നൊരു ടെസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ഫ്രാക്ചർ റിസ്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ പറയണത് ചില അസുഖങ്ങളുള്ളവർക്ക്, തൈറോയിഡിൻ്റെ അസുഖങ്ങളുള്ളവർക്ക്, അല്ലെങ്കിൽ എയർലി മെനപ്പോസ് ആവുന്നവർക്ക്, അല്ലെങ്കിൽ ഹിസ്റ്റക്ടമി കഴിഞ്ഞവർക്ക്, അല്ലെങ്കിൽ വേറെ പാരാതൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെയൊക്കെ ഇഷ്യൂസ് ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ ഡെക്സാ സ്കാൻ സജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഫ്രാക്ചർ റിസ്ക് കൂടുതലാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ലൈഫ് ലോങ് തന്നെ കാൽഷ്യം ഗുളികൾ കഴിക്കേണ്ടി വരും. ഓക്കെ, പക്ഷേ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു കണ്ടീഷനാണല്ലോ.
കഴിക്കുമല്ലോ. അതല്ലാണ്ട് ജനറൽ പബ്ലിക് ഇപ്പം നമ്മളൊക്കെ ആണെങ്കിലും കാൽഷ്യം ഗുളികകൾ കഴിക്കും. കാരണം ഇപ്പം കുറേ പറയുന്നത് ഈ 30 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇരുന്നിട്ട് എണീക്കുമ്പോൾ മുട്ടുന്നൊരു ശബ്ദം കേൾക്കും. അതാണ് അവസ്ഥ. അപ്പം അങ്ങനെയുള്ളവർ ഈ പറഞ്ഞ പോലെ കാൽഷ്യം കഴിക്കുന്നത് ഓക്കെയാണ്. മുട്ടിൽ സൗണ്ട് കേൾക്കുന്നതും കാൽഷ്യമായിട്ട് ശരിക്കും ബന്ധമില്ല. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് മുട്ടിന്ന് സൗണ്ട് കേൾക്കുന്നത്? മുട്ടിൽ സൗണ്ട് പല കാരണങ്ങൾ കാരണം വരാം. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ മുട്ടിലെ ചിരട്ട എന്ന് പറയും, പെറ്റലെന്നാണ് പറയുന്നത്. അതിൻ്റെ പുറവശത്ത് ചെറിയ തേയ്മാനം ഉണ്ടെങ്കിൽ വരാം. അപ്പം പ്രായം കൂടിയ ആൾക്കാർക്ക് ക്രെപ്പിറ്റസ് എന്നാണ് പറയുന്നത്, ക്രപ്സ് അല്ലെങ്കിൽ ക്രെപ്പിറ്റസ് എന്ന് പറയും. അപ്പം ക്രെപ്പിറ്റസ് സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി 40 കഴിഞ്ഞവർക്കുണ്ടെങ്കിൽ ഒരു എക്സ്റേ എടുത്ത് നോക്കുന്നത് നല്ലതാണ്. ചിരട്ടയുടെ തേയ്മാനോ മുട്ടിൻ്റെ തേയ്മാനമായിട്ട് ബന്ധപ്പെട്ട് വരാം. ഇതൊന്നുമല്ല, ചെറിയ സൗണ്ടുകൾ നമ്മുടെ മസിൽ വീക്കാണെങ്കിലൊക്കെ വരാം. പക്ഷേ അത് ക്രപ്സ് ആയിട്ടുള്ളതല്ല. ഇടയ്ക്കിടയ്ക്കുള്ള സൗണ്ട് കൊണ്ട് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ സ്ഥിരമായിട്ട് ആ സൗണ്ട് ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിച്ച് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ അത് ഓസ്റ്റിയോആർത്രൈറ്റിസിന് തേയ്മാനത്തിന് തുടക്കമായിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ മുട്ടുവേദന, നമ്മൾ തേയ്മാനത്തിന് തുടക്കത്തിലുള്ള ഫസ്റ്റ് സിംറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്ന് എണീക്കുമ്പോൾ സ്റ്റിഫ്നെസ് വരിക, വേദന വരിക, ഇതൊക്കെയാണ് തേയ്മാനത്തിൻ്റെ ഏർലി സ്റ്റേജസിലുള്ള തുടക്കം. അപ്പോൾ തേയ്മാനം ശരിക്കും ഒരു 4 സ്റ്റേജിൽ കൂടെയാണ് പോകുന്നത്, 1, 2, 3, 4 എന്നുള്ളത്. അപ്പം തേയ്മാനം എന്ന് പറഞ്ഞാൽ ശരിക്കും എല്ലിനല്ല ശരിക്കും തേയ്മാനം വരുന്നത് കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥി ഉണ്ട്, ആർട്ടിക്കുലർ കാർട്ടിലേജ്, തരുണാസ്ഥിക്കാണ് തേയ്മാനം വരുന്നത്. അപ്പോൾ അതിന് തേയ്മാനം വന്നിട്ട് സ്റ്റേജ് 4 ആകുമ്പം എല്ലുകൾക്കിടയിലുള്ള തരുണാസ്ഥി പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ട് എല്ലുകൾ തമ്മിൽ ഒരേന്ന അവസ്ഥ വരും. അപ്പോഴാണ് റീപ്ലേസ്മെൻറ്റ് സർജറി ബാക്കി കാര്യങ്ങളൊക്കെ വേണ്ടത്. പക്ഷേ ആദ്യത്തെ 3 സ്റ്റേജിലാണെങ്കിൽ പ്രോപ്പർ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ എക്സസൈസുകൾ, ഇഞ്ചെക്ഷൻസ്, മരുന്നുകൾ കൊണ്ട് തന്നെ യൂഷ്വലി മാറ്റാൻ പറ്റുന്നതാണ്. പിന്നെ ചില ആൾക്കാർക്കുണ്ട്, ഇപ്പോൾ നമുക്ക് വാദസംബന്ധമായ അസുഖങ്ങൾ, അതായത് റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, സോറിയാറ്റിക് ആർത്രൈറ്റിസ്, ഇങ്ങനെയുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇതൊന്നും ഇല്ലാതെ തന്നെ ചെറുപ്പത്തിലെ തന്നെ മുട്ട് തേയ്മാനം വരാനുള്ള ചാൻസ് ഉണ്ട്. കാർട്ടിലേജ് ഡിസ്ട്രക്ഷനാണ് വരുന്നത്. അങ്ങനെയുള്ളവർക്കാണ് ഈ 30 ദിവസമൊക്കെ ആകുമ്പോൾ പൂർണ്ണമായിട്ട് തേഞ്ഞു പോകുന്നത്. അല്ലാത്ത ആൾക്കാർക്ക് പ്രായമാകുമ്പോഴാണ് കുറച്ചൊരു ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ഉണ്ട്. രണ്ടാമത് അലൈൻമെൻറ്റ് ഇഷ്യൂസ് ഉള്ളവർ, മുട്ടിന് വളവുള്ളവർക്കൊക്കെ ആണെങ്കിൽ നോർമലി നമ്മുടെ മുട്ട് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കേണ്ടത്. എങ്കിൽ മാത്രമേ 50% രണ്ട് ഭാഗത്തൂടെയും വെയിറ്റ് ലോഡിങ് വരത്തുള്ളൂ. അപ്പോൾ വളവുണ്ടെങ്കിൽ ഒരു ഭാഗത്തായിരിക്കും കൂടുതൽ ജോയിൻറ്റ് ലോഡിങ് വരുന്നത്. അപ്പോൾ ആ ഭാഗത്ത് തരുണാസ്ഥി തേഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ നീ പ്രിസർവേഷൻ സർജറി എന്ന് പറയും. അലൈൻമെൻറ്റ് റെഡി ആയി കഴിഞ്ഞാൽ ഭാവിയിലെ തേയ്മാനം ഒഴിവാക്കാനും റീപ്ലേസ്മെൻറ്റ് സർജറി ഒഴിവാക്കാനും പറ്റും, ചെയ്യാനും പറ്റും. അപ്പോൾ മുട്ടിന് വേദന വന്ന് തുടങ്ങിയാൽ ഉടനെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തോളണം. മുട്ടിന് വേദന നമുക്ക് ചിലപ്പം ഒത്തിരി സ്പോർട്സൊക്കെ ചെയ്യുമ്പോൾ ചെറിയ വേദന വരാം. അങ്ങനെയുള്ള വേദനയല്ല, സ്ഥിരമായിട്ടുള്ള വേദന, അതായത് ഇരുന്നിട്ട് എണീക്കുമ്പോഴുള്ള വേദന. ഇപ്പോൾ ഇതൊക്കെ എസ്പെഷ്യലി അലൈൻമെൻറ്റ് ഇഷ്യൂ ഉള്ളവർക്ക് വണ്ണം കൂടുവാണെങ്കിൽ മുട്ടിൽ കൂടുതൽ സ്ട്രെയിൻ വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ഇപ്പം നമ്മൾ ഒരു വീട് വെക്കുമ്പോൾ അല്ലേ, നമ്മുടെ മേസറാണെങ്കിൽ പ്ലം ലൈൻ ഇട്ട് നോക്കും, കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിരിക്കണം നമ്മുടെ, എങ്കിൽ മാത്രമേ നിൽക്കത്തുള്ളൂ സ്ട്രെയിറ്റ് ആയിട്ട്. അപ്പോൾ അലൈൻമെൻറ്റ് വളവ് വന്നു കഴിഞ്ഞാൽ വെയിറ്റ് കൂടുന്നതോടി വളവ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഏറ്റവും ആദ്യം പറയുന്നത് വെയിറ്റ് റിഡക്ഷനാണ് പറയുന്നത്. തേയ്മാനമുള്ളവർക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അതെ. അപ്പോൾ ഉണ്ടെങ്കിൽ വെയിറ്റ് റിഡക്ഷൻ അല്ലെങ്കിൽ വെയിറ്റ് കൂടാതിരിക്കുന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, എസ്പെഷ്യലി അലൈൻമെൻറ്റ് ഇഷ്യൂ ഉള്ളവർക്ക്. ഓക്കെ. ഇപ്പോൾ ഈ കാൽഷ്യത്തിൻ്റെ കേസ് പറയുമ്പോൾ, ഇപ്പോൾ കാൽഷ്യം ഗുളിക കഴിക്കുമ്പോൾ നമ്മളോട് ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്, കഴിച്ചോ ഇതൊക്കെ മുട്ടിപ്പോയി അടിഞ്ഞോളും, കുറച്ച് കഴിയുമ്പോൾ കാൽഷ്യം കൂടുതലായതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത്. ഈ കാൽഷ്യം കൂടുതലായിട്ട് പ്രശ്നമാണോ? കാൽഷ്യം ഒരിക്കലും കൂടുതലാകാൻ പറ്റത്തില്ല. നമ്മൾ കഴിക്കുന്ന നമ്മുടെ ശരീരത്തിന് എത്ര നമ്മൾ കഴിച്ചാലും ശരീരത്തിന് ആവശ്യമുള്ളത് മാത്രമേ നമ്മുടെ ശരീരം എടുക്കത്തുള്ളൂ. എന്ന് മാത്രമല്ല, നമുക്ക് വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞൊരു വൈറ്റമിൻ ഉണ്ട് ശരീരത്തിൽ. അതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന കാൽഷ്യത്തിന് അബ്സോർപ്ഷൻ വരത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ നമ്മൾ എന്ത് കാൽഷ്യം കഴിച്ചാലും അബ്സോർപ്ഷൻ വരത്തില്ല. ഒന്ന്. അപ്പോൾ വൈറ്റമിൻ ഡി ശരിക്കും നമുക്കൊരു വെയിൽ കിട്ടുമ്പോഴത്തേക്ക് നോർമലി നമ്മുടെ ശരീരത്തിലുണ്ടാണ്. പക്ഷെ നമ്മളിപ്പം ഒരു എവല്യൂഷനിൽ 10,000 years ആയുള്ളതാണ് നമ്മൾ വീട്ടിലൊക്കെ താമസിക്കാൻ തുടങ്ങി. പണ്ടാണെങ്കിൽ അത്രയും വെയിൽ കൊള്ളുന്നതായിരുന്നു. അപ്പോൾ ജനറ്റിക്കലി നമ്മളിപ്പോഴും അത്ര ആയിട്ടില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ വെയിൽ കൊള്ളുന്ന കുറവാണ്. അതുകൊണ്ട് നല്ലൊരു പോപ്പുലേഷന് വൈറ്റമിൻ ഡി 3 കുറവാണ്. അപ്പോൾ നമ്മൾ വൈറ്റമിൻ ഡി 3 അഡ്വൈസ് ചെയ്യാറുണ്ട്. വൈറ്റമിൻ ഡി 3 ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് കാൽഷ്യം അബ്സോർപ്ഷൻ വരത്തുള്ളൂ. അല്ലാതെ എത്ര കാൽഷ്യം കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് മാത്രമേ ശരീരം എടുക്കത്തുള്ളൂ. അപ്പോൾ ഈ കാൽഷ്യം കൂടുന്നത് നമ്മൾ അധികം കഴിക്കുന്നതുകൊണ്ടല്ല, ശരീരത്തിലെ ചില മറ്റ് അസുഖങ്ങൾ കാരണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പാരാതൈറോയ്ഡ് ഹോർമോണിൻ്റെ എന്തെങ്കിലും ട്യൂമേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് പാരാതൈറോയ്ഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചില കണ്ടീഷൻസ്, അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ ഇഷ്യൂസ്, അല്ലെങ്കിൽ സ്റ്റീറോയിഡ് എടുക്കുന്നവർക്ക്, ഇൻടേക്ക് ഉള്ളവർക്ക്, റീനൽ ഡെഫിഷ്യൻസി ഉള്ളവർക്ക്, കിഡ്നിയുടെ അസുഖങ്ങളുള്ളവർക്കൊക്കെ ആണെങ്കിൽ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ശരീരത്തിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ചില അസുഖങ്ങളാണ് കാൽഷ്യം കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കാൽഷ്യം ബ്ലഡിൽ കൂടുതലാണെങ്കിലും എങ്ങനെയാണ് കൂടുന്നത്? നമ്മുടെ ശരീരത്തിലെ എല്ലിലുള്ള കാൽഷ്യത്തെ മൊത്തം വലിച്ചിട്ടാണ് ബ്ലഡിൽ കൂടി നിൽക്കുന്നത്. അപ്പോൾ ശരിക്കും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതലാണെങ്കിൽ നമ്മുടെ എല്ലുകൾ വീക്കാണത്. അപ്പോൾ ഇതൊക്കെ
ട്രീറ്റബിൾ കണ്ടീഷൻസ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള കാൽഷ്യം കൂടുതലാണെങ്കിൽ എല്ലുകൾ വീക്കാണ്. അങ്ങനല്ല, നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കാൽഷ്യം കൂടുതലായിട്ട് തോന്നും. പക്ഷേ എവിടെ നിന്നാണ് കാൽഷ്യം വരുന്നത്? നമ്മുടെ എല്ലിന് സ്ട്രെങ്ത് കൊടുക്കേണ്ട കാൽഷ്യത്തെ ബ്ലഡിലോട്ട് വലിച്ചെടുത്തിട്ടാണ് കാൽഷ്യം കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മുടെ എല്ലുകൾ ബ്രിട്ടിലാണ്, ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ മൊത്തം കാൽഷ്യം കൂടിയിട്ടല്ല, നമ്മുടെ ശരീരത്തിലെ എല്ലിലെ കാൽഷ്യത്തിൽ മൊത്തം വലിച്ച് ബ്ലഡിൽ വെച്ചേക്കുന്നത് കാരണം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കാൽഷ്യം കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ അത് നോർമൽ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആണോ? കാൽഷ്യത്തിന്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് നോർമൽ. അതെ, ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ നോർമൽ റേഞ്ച് ഉണ്ട്, ആ റേഞ്ചിനകത്ത് നിൽക്കണം. അതിൽ കൂടുതൽ പോയാലും കുഴപ്പമാണ്, കുറവ് പോയാലും കുഴപ്പമാണ്. രണ്ടാണെങ്കിലും ചില അസുഖ സംബന്ധമായിട്ടാണ് ഡോക്ടറെ കാണിച്ച് ടെസ്റ്റ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് കണ്ടുപിടിക്കേണ്ടതും ട്രീറ്റ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. ഓക്കെ. ഇപ്പം നമ്മൾ കുട്ടികളുടെ കേസിൽ വരികയാണെങ്കിൽ നമ്മൾ കുട്ടികളെ ഇങ്ങനെ എടുക്കുമ്പോൾ മിക്കവാറും ആളുകൾ പറയും അത് അവരുടെ ഷോൾഡർ തിരിഞ്ഞു പോകും, അതുകൊണ്ട് അങ്ങനെ കൈ പൊക്കി ഇങ്ങനെ എടുക്കല്ലേ എന്ന്. അവിടെ എന്താ സംഭവിക്കുക? ശരിക്കും അങ്ങനെ കുട്ടികളുടെ ഷോൾഡർ തിരിഞ്ഞു പോകും? ശരിക്കും കുട്ടികളുടെ ഷോൾഡർ അല്ല തിരിയുന്നത്, അത് പുൾഡ് എൽബോ എന്നാണ്. എൽബോ ആണ് തിരിയുന്നത്. ഒരു എല്ലുണ്ട്, റേഡിയസ് എന്ന് പറയുന്നത്, ഒരു ലിഗമെന്റിനകത്താണ് നിൽക്കുന്നത്. ഒരു ആനുലാർ ഹെഡ് എന്നൊരു ലിഗമെന്റിനകത്ത് നിൽക്കും, അതിനകത്ത് ചാടിപ്പോകുന്നതാണ് സംഭവം. അപ്പോൾ എൽബോ ആണ്, ഇറ്റ്സ് കോൾഡ് പുൾഡ് എൽബോ. സിവിയർ പെയിൻഫുൾ കണ്ടീഷനാണ്, പക്ഷേ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ 2 മിനിറ്റ്സത്തെ കാര്യമുള്ളൂ. കുഞ്ഞിൻ്റെ അറ്റൻഷൻ മാറ്റിയിട്ട് തിരിച്ചങ്ങ് ഇടാൻ പറ്റും ഓർത്തോപെഡിക് സർജന്. അതിന് പുൾഡ് എൽബോ എന്നാണ് പറയുന്നത്. ഷോൾഡറിൻ്റെ ഇഷ്യൂ അല്ല ശരിക്കും. ഷോൾഡറിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഷോൾഡറിൻ്റെ അല്ല, അത് എൽബോയുടെ പ്രശ്നമാണ്. ഓക്കെ. അപ്പോൾ ഈ നമ്മൾ പറയില്ല, ഇപ്പോൾ ഈ എൽബോയ്ക്ക് ആണെങ്കിൽ ഷോൾഡറിനൊക്കെ ആണെങ്കിൽ അത് ഒരു പ്രാവശ്യം തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദർ ഇസ് എ ടെൻഡൻസി ഇത് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നം വരുമ്പോൾ ഇങ്ങനെ ഇതായി പോകുന്നത്, അങ്ങനെയുണ്ടോ? എൽബോയുടെ കുഞ്ഞുങ്ങളുടെ ആകുമ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ അല്ല, പക്ഷേ ഷോൾഡറിൻ്റെ അങ്ങനെയല്ല. അപ്പോൾ ഷോൾഡറിന് പറഞ്ഞത് ഇൻസ്റ്റബിലിറ്റി എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ഷോൾഡർ ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ്, ഒരു ബോളും ഒരു സോക്കറ്റുമാണുള്ളത്. നമ്മുടെ ഹിപ്പ് ജോയിൻറ്റും ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. നമ്മുടെ ഹിപ്പ് ഒരു സ്റ്റേബിൾ ജോയിൻ്റ് ആണ്, ഒരിക്കലും അങ്ങനെ ഊരിപ്പോത്തില്ല, അല്ലെങ്കിൽ ഇൻസ്റ്റബിലിറ്റി അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻ വരത്തില്ല. കാരണം അതിനകത്തുള്ള സോക്കറ്റിൻ്റെയും ബോളിൻ്റെയും ഡയമെൻഷൻസ് സെയിം ആണ്, അതിൻ്റെ ഡയമെൻഷൻ സെയിം, അളവ് സെയിം. അതുകൊണ്ട് ചാടിപ്പോകാൻ പറ്റത്തില്ല അൺലെസ് ദർ ഇസ് എ ഫ്രാക്ചർ. പക്ഷേ ഷോൾഡറിലോട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റെബിലിറ്റിയെക്കാട്ടിയും കൂടുതൽ മൊബിലിറ്റിയാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഷോൾഡറാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ മൊബൈലായിട്ടുള്ള ജോയിൻറ്റ്. ഏറ്റവും കൂടുതൽ നമ്മുടെ ഫംഗ്ഷൻ അതാണ്, ഷോൾഡറിൻ്റെ മൊബിലിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ബോളിനെ അപേക്ഷിച്ച് സോക്കറ്റിൻ്റെ സൈസ് ചെറുതായി വന്നു എവല്യൂഷനിൽ. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോളിൻ്റെ അല്ലെങ്കിൽ ഹ്യൂമറൽ ഹെഡിൻ്റെ 1/3 സൈസ് മാത്രമേ ഉള്ളൂ സോക്കറ്റ്. അതുകൊണ്ടാണ് ചാടിപ്പോകുന്നത് ഇടയ്ക്ക്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഈ സോക്കറ്റിന് ചുറ്റും ഒരു ലേബ്രോ എന്ന് പറയുന്നൊരു വാഷറുണ്ട് 360 ഡിഗ്രിയിൽ. അപ്പോൾ ഈ ചാടിപ്പോകുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് വാഷർ പറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് റെക്കറൻ്റായിട്ട് വീണ്ടും ഇൻസ്റ്റബിലിറ്റി വരുന്നത്. അപ്പം ഇപ്പോഴത്തെ സ്റ്റഡീസ് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ വരുന്നത് 20 വയസ്സിന് താഴെയാണ്. അതായത് 20 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഫസ്റ്റ് ഡിസ്ലൊക്കേഷൻ വരുന്നതെങ്കിൽ ഓൾമോസ്റ്റ് വീണ്ടും വരാനുള്ള ചാൻസ് 95% ആണ്. പക്ഷേ 40 വയസ്സിന് ശേഷമാണ് വരുന്നതെങ്കിൽ റെക്കറൻസിനുള്ള ചാൻസ് 40% കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ 20 വയസ്സിന് താഴെയുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോഴേ അത് സർജറി റെക്കമെൻഡ് ചെയ്യും. ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആയി കഴിഞ്ഞാൽ അതായത് 195 പേർക്കും വീണ്ടും ഡിസ്ലൊക്കേഷൻ വരും. അപ്പോൾ ഓരോ പ്രാവശ്യം ഡിസ്ലൊക്കേഷൻ വരുമ്പോഴത്തേക്കും ആ സോക്കറ്റ് ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി 1/3 മാത്രമേ ഉള്ളൂ ബോളിൻ്റെ, ഓരോ പ്രാവശ്യം ഡിസ്ലൊക്കേറ്റ് ചെയ്യുമ്പം ആ സോക്കറ്റിലെ ബോൺ തേഞ്ഞ് പൊക്കൊണ്ടേയിരിക്കും. അപ്പം ബോൺ 20% കൂടി തേഞ്ഞ് പോയി കഴിഞ്ഞാൽ ഈ കീഹോൾ സർജറി ചെയ്താലും സക്സസ് ആവാനുള്ള ചാൻസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് എസ്പെഷ്യലി അത്ലറ്റ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ഡിസ്ലൊക്കേഷൻ 20 ഇയേഴ്സിന് താഴെയാണെങ്കിൽ കീഹോൾ സർജറി അഡ്വൈസ് ചെയ്യുന്നത്. ഈ ഷോൾഡറിൻ്റെ കേസ് പറഞ്ഞപ്പോഴേ ചില ആളുകളെ നമ്മൾ കണ്ടിട്ടില്ല, ഇവരുടെ ഷോൾഡർ ഭയങ്കര, അതായത് എല്ലില്ലാത്ത അവസ്ഥ പോലെ ആയിരിക്കും. ഇവരത് പുറകോട്ട് തിരിക്കും, സൈഡിലേക്ക് പിടിക്കും. അത് ആക്ച്വലി നോർമലാണോ? അത് ഹൈപ്പർലാക്സിറ്റി എന്നുള്ള കണ്ടീഷനാണ്. അത് ഷോൾഡർ മാത്രമല്ല എൽബോ ഇതിലൊക്കെ കൂടുതലായിട്ട് അങ്ങനെയുള്ളവർക്ക് ശരിക്കും ലാക്സിറ്റി ഉള്ളവർക്ക് സർജറി അല്ല ട്രീറ്റ്മെൻറ്റ്. അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഫിസിയോതെറാപ്പിയാണ്. അതായത് മസിൽസിനെയും നമ്മുടെ ലിഗമെൻസിനെയും കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അതിന് സർജറി ട്രീറ്റ് ചെയ്യണം, ബട്ട് ഫിസിയോതെറാപ്പിയാണ്. അത് കൺസ്ട്രക്റ്റീവ് ട്രീറ്റ്മെൻ്റ് ആണ്, അത് സർജറി അല്ല അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. കാരണം മറ്റതിനകത്ത് അല്ലാതെ ട്രോമാറ്റിക് ഡിസ്ലൊക്കേഷൻ എന്ന് പറയും, അതായത് ഇപ്പോൾ കളിക്കുകയോ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിലെടുത്ത് ഹെവി ആയിട്ട് എറിയൊക്കെ ചെയ്യുമ്പോൾ ഡിസ്ലൊക്കേഷൻ, അത് സ്കോൾഡ് ട്രോമാറ്റിക് ഡിസ്ലൊക്കേഷൻ. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞില്ല, ലേബ്രോ എന്ന് പറഞ്ഞാൽ വാഷറല്ല, വാഷർ കീറിപ്പോവുക ചെയ്യുന്നത്. നമ്മളൊരു തുണി കീറിപ്പോൾ എന്ത് ചെയ്യും? തുന്നി വെക്കണം. സെയിം സംഭവം തന്നെയാണ്, അതിനെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ വീണ്ടും ഡിസ്ലൊക്കേറ്റ് ചെയ്യും. എസ്പെഷ്യലി കുഞ്ഞുങ്ങൾ 20 ഇയേഴ്സ് താഴെയുള്ളവർക്ക് വരുവാണെങ്കിൽ വീണ്ടും ഡിസ്ലൊക്കേഷൻ വരും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് എന്ന് വെച്ചാൽ ഞാനൊക്കെ ഹൗസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തുറന്നുള്ള സർജറി ആയിരുന്നു. തുറന്ന സർജറി വെച്ചാൽ വലിയ സ്കാറാണ്, ഷോൾഡർ മൊത്തം തുറക്കൊണ്ടൊരു മേജർ സർജറി ആയിരുന്നു. എന്ന് മാത്രം ഞാൻ കുറച്ച് നേരം പറഞ്ഞു, ഷോൾഡറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ വെച്ച് കഴിഞ്ഞാൽ മൊബിലിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ തുറന്ന് സർജറി കഴിഞ്ഞാൽ അവിടെ സ്കാറിങ് വരും, ആ മൊബിലിറ്റി എപ്പോഴും കുറയും. ഇപ്പോൾ എസ്പെഷ്യലി സ്പോർട്സ് ആൾക്കാർ, ഇപ്പം ഒരു ജാവലിൻ ത്രോ എറിയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബേസ്ബോൾ പിച്ചേഴ്സോ ക്രിക്കറ്റ് ബൗളേഴ്സൊക്കെ ആണെങ്കിൽ അവരെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൊബിലിറ്റിയാണ്. അതായത് ഷോൾഡറിന് മാക്സിമം മോഷൻ വേണം. അപ്പോൾ നിങ്ങൾ സർജറി തന്നെ സംഭവിക്കും, ഓപ്പൺ സർജറി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മൊബിലിറ്റി സ്റ്റെബിലിറ്റി തിരിച്ചു കിട്ടും, പക്ഷേ മൊബിലിറ്റി കുറയും. അപ്പോൾ ഒരിക്കലും ഒരു ഇഞ്ചുറി വന്ന ആൾക്ക് ഓപ്പൺ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പ്രീ ഇഞ്ചുറി ലെവലിലേക്ക് അല്ലെങ്കിൽ 100% പഴയ ലെവലിലേക്ക് പെർഫോം ചെയ്യാൻ പാടാണ്.
പക്ഷേ കീ ഹോൾ സർജറി ചെയ്യുമ്പോഴത്തേക്കും സ്റ്റെബിലിറ്റി നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്, പക്ഷേ സ്കാറിങ് ഇല്ല. അതുകൊണ്ട് തന്നെ മൊബിലിറ്റി ഒരു പ്രശ്നവും വരുന്നില്ല. അതാണ് അഡ്വാൻറ്റേജ്. ഇപ്പം നമ്മൾ പറയുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ജാവലിൻ ത്രോയിൽ ഇപ്പം ഒളിമ്പിക്സ് മെഡൽ കിട്ടിയ ആകാശ് ചോപ്ര ഉണ്ട്. ആകാശ് ചോപ്രയ്ക്കാണെങ്കിൽ എൽബോക്ക് എനിക്ക് കീ ഹോൾ സർജറി ഉണ്ടായിരുന്നു. എന്നിട്ടാണ് പുള്ളിക്കാരൻ, അതായത് നിങ്ങൾക്കൊരു ഒളിമ്പിക്സിൽ കിട്ടണം, ഗോൾഡ് മെഡൽ കിട്ടണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി അറ്റ് യുവർ പീക്ക് ഓഫ് യുവർ കരിയർ. ലോകത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് അത്ലറ്റ് ആവണമെന്ന് മാത്രമല്ല, നിങ്ങളുടെ ഫംഗ്ഷൻസും അതേ കണക്കായിരിക്കണം. സോ ദാറ്റ് മീൻസ് കീ ഹോൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്പം പോലും മൊബിലിറ്റിക്ക് ഇഷ്യൂ വരുന്നില്ല. നിങ്ങളെ 100% തിരിച്ച് പഴയ കണക്കാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോഴത്തുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ മൊഡാലിറ്റീസിൻ്റെ അല്ലെങ്കിൽ കീ ഹോൾ സർജറിയുടെ അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാ സർജറീസും കീ ഹോൾ ത്രൂ ചെയ്യാം, എല്ലാ ജോയിൻറ്റിലും കീ ഹോൾ സർജറി ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ കോമൺ ചെയ്യുന്നത് ഷോൾഡർ, നീ, എൽബോ, ആങ്കിൾ, ഹിപ്പ്, ഈ ജോയിൻറ്റ്സിലാണ് കോമൺ ആയിട്ട് ചെയ്യുന്നത്. അതപ്പം സ്പോർട്സിന് അല്ലെങ്കിൽ അത്രയും ആക്റ്റീവായിട്ടുള്ള അത്ലീറ്റ്സിനാണോ നിങ്ങളത് റെക്കമെൻഡ് ചെയ്യുന്നത്? അത്ലറ്റ്സിന് മാത്രമല്ല, ഇപ്പോൾ എന്ത് ഇഞ്ചുറി ഉണ്ടെങ്കിലും ഇതൊക്കെ നമുക്കിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ ഷോൾഡറിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ അത് ശരിക്കും അത്ലറ്റ്സിനല്ലെങ്കിൽ ചെറുപ്പക്കാർക്കാണ് വരുന്നത്. പക്ഷേ അതുപോലെ തന്നെ ഷോൾഡർ മസിൽസ് ഉണ്ട്, 4 മസിൽസ് ഉണ്ട് ഷോൾഡർ. അതിന് പറയുന്നത് കഫ് മസിൽസ് എന്നാണ്, റൊട്ടേറ്റർ കഫ് മസിൽസ് എന്നാണ് പറയുന്നത്. അതിപ്പോൾ ചെറുപ്പക്കാർക്ക് യൂഷ്വലി ടയർ വരാറില്ല. കാരണം ഒരു നോർമൽ തുണി കീറണമെങ്കിൽ നമ്മൾ കത്രി കൊണ്ട് മുറിക്കണം അല്ലേ. പക്ഷേ പിഞ്ചിപ്പോയ തുണി ചെറിയ ഫോഴ്സ് തന്നെ കീറിപ്പോൾ. അപ്പോൾ മസിൽസും അതേ കണക്കാണ്. നമ്മൾ യങ്ങായിരിക്കുമ്പോഴത്തേക്കും വെരി സ്ട്രോങ്, ഇറ്റ് വിൽ ബി വെരി സ്ട്രോങ്. പക്ഷേ നമ്മൾ പ്രായമാകുമ്പോഴത്തേക്കും അത് പിഞ്ചിപ്പോയ തുണി കണക്ക്. അപ്പം വലിയ ഫോഴ്സ് ഒന്നും വേണ്ട. ചിലപ്പോൾ ഒരു നമ്മൾ സെറ്റ് പിടിച്ച് വലിച്ചിടുമ്പോൾ തന്നെ ചിലപ്പോൾ മസിൽസ് ടയർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റൊട്ടേറ്റർ കഫ് ടയർ എന്നാണ് പറയുന്നത്. 40 ദിവസം കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ ചിലപ്പോൾ ഷട്ടിൽ കളിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ സോഫ സെറ്റ് വലിച്ചിടുമ്പോഴൊക്കെ അത് ടയർ വരാനുള്ള ചാൻസ് ഉണ്ട്. പണ്ടൊക്കെ തുറന്ന സർജറി ആയിരുന്നു, ഇപ്പോൾ അതും കീ ഹോൾ വഴി ചെയ്യാൻ പറ്റും. അപ്പം സ്പോർട്സ് ആൾക്കാർക്ക് മാത്രമല്ല, പ്രായമുള്ളവർക്കും കീ ഹോൾ സർജറി ഉണ്ട്. ജോയിനകത്തുള്ള എന്ത് സർജറിയും കീ ഹോൾ വഴി ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടിരിക്കുന്നത് സ്പോർട്സ് ഇഞ്ചുറീസിനാണ്. അതെ അതെ. നമ്മൾ ബേസിക്കലി നമുക്കിപ്പോൾ ആ പേര് പോലെ തന്നെ ഇത് അത്ലീറ്റ്സിന് വരുന്ന പ്രശ്നമാണ്, നോർമൽ ആളുകൾക്ക് ബാധിക്കുന്ന ഒരു സാധനം അല്ല എന്നൊരു തോട്ട് ഉണ്ട്. അത് ശരിക്കും എങ്ങനെയാണ്? അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് അറിയാമെന്ന് പറയാം. നമ്മൾ ടെന്നീസ് എൽബോ എന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ ശരിക്കും കേൾക്കാൻ തുടങ്ങിയത് സച്ചിൻ ടെണ്ടുൽക്കർക്ക്. അതെ, ആദ്യം വന്നത് നമ്മൾ. അതെ, ടെന്നീസ് എൽബോ ആയിട്ട് ഓസ്ട്രേലിയ പോയി സർജറി ചെയ്യാൻ നമ്മൾ അന്ന് അങ്ങനെയാണ് കേട്ടത്. സച്ചിൻ ഒരു ടെന്നീസ് പ്ലെയർ അല്ല. എന്നിട്ടും അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ടെന്നീസ് എൽബോ എന്ന് പേര് വന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസ് ഉണ്ട്. അപ്പോൾ ബാക്ക് ഹാൻഡ് ഷോട്ട് കളിക്കുന്നവർക്കാണ് വരുന്നത്. അപ്പം ഇത് സ്പോർട്സ് ആൾക്കാർക്ക് മാത്രമല്ല, നമ്മുടെ വീട്ടമ്മമാർ തുണി കഴിയുന്നില്ലേ, പിഴിഞ്ഞ് കഴിയുന്ന വീട്ടമ്മമാർക്ക് വരാം, വെയിറ്റ് എടുക്കുന്നവർക്ക് വരാം. പിന്നെ പേര് ടെന്നീസ് എൽബോ എന്നാണെങ്കിലും സാധാരണ സ്പോർട്സ് അല്ലാത്ത സാധാരണ വീട്ടമ്മ മുതൽ ഹെവി ആയിട്ടുള്ള വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നവർക്ക് വേണമെങ്കിലും വരാം. അപ്പോൾ അത് സ്പോർട്സ് റിലേറ്റഡ് മാത്രമല്ല, അത് ഈ വക ജോലി ചെയ്യുന്നവർക്ക്, തുണി പിഴിയുന്ന ജോലികൾ, കൈ തിരിക്കുന്ന സ്ക്രൂ മേശരിമാർ തിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ കാർ മെക്കാനിക്ക്, ഇവർക്കൊക്കെ ഇത് വരാം. അപ്പൊ ഈ ടെന്നീസ് എൽബോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി കോമൺ, എല്ലാവർക്കും ഉണ്ട്, ഇന്നാളെന്നൊന്നുമില്ല, എല്ലാവർക്കും ഉണ്ട്. അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് എന്താ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സ്ട്രെയിൻ, നമ്മുടെ ഗ്രൂപ്പ് ഓഫ് മസിൽസ് ഉണ്ട്, എക്സ്റ്റൻസർ മസിൽസ്, അതിൽ കൂടുതൽ സ്ട്രെയിൻ വരുന്ന കാരണം ചിലപ്പോൾ ചെറിയ മൈക്രോ ട്രോമ, ചെറിയ ടയർ വരുന്നു, അത് കാരണമാണ് വരുന്നത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കുറച്ച് നാളത്തേക്ക് മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഇപ്പം അതെ, തുണി പിഴിയുന്ന ജോലികൾ, വെയിറ്റ് എടുക്കുന്ന ജോലികൾ, ഇങ്ങനെയുള്ള ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. അതിൻ്റെ കൂടെ ചിലപ്പോൾ കുറച്ച് വേദനക്കുള്ള മരുന്നുകൾ കഴിക്കേണ്ടി വരും. പിന്നെ ഒരു ബാൻഡ്, ടെന്നീസ് എൽബോ ബാൻഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ജോലികൾ ചെയ്തേ പറ്റത്തുള്ളെങ്കിൽ ആ ബാൻഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. പിന്നെ ചെറിയ ഇഞ്ചക്ഷൻസ് ഉണ്ട്. വളരെ റെയറായിട്ട് ആർത്രോസ്കോപ്പ് കീ ഹോൾ സർജറി വേണ്ടി വരും. ഇപ്പോൾ സച്ചിൻ ചെയ്താണ്. കാരണം ചിലപ്പോൾ ഇറ്റ് മേ ടേക്ക് അപ്പ് ടു 1 ഇയർ, കംപ്ലീറ്റ് റിക്കവറിക്ക് വേണ്ടി 1 ഇയർ പറ്റും. അപ്പോൾ ഈ സ്പോർട്സ് ആൾക്കാർക്ക് അത് പറ്റില്ല. കാരണം അവരുടെ കരിയറിലെ പീക്കിലായിരിക്കും അവർ. അപ്പോൾ അവരുടെ അടുത്ത് 1 വർഷം മാറിയിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ദ എൻഡ് ഓഫ് ദർ കരിയർ. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് ഫീസിബിൾ അല്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് കുറച്ചും കൂടി അഗ്രസീവായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. ആദ്യമേ ഇഞ്ചക്ഷൻ കൊടുക്കും. ചിലപ്പോൾ എന്നിട്ടും മാറില്ലെങ്കിൽ സർജറി, ആർത്രോസ്കോപ്പ് കീ ഹോൾ സർജറി ഉണ്ട്, അത് പ്രിഫർ ചെയ്യും. പണ്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ സർജറിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓസ്ട്രേലിയയിലോ UK-ലൊക്കെ പോകണം. ഇപ്പം നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മുടെ ഋഷഭ് പന്തിനാണെങ്കിൽ ഒരു മേജർ ആക്സിഡൻറ്റ് വന്നായിരുന്നു. കാലിലെ ലിഗമെൻറ്റ്സ് എല്ലാം പോയിട്ടും പുള്ളിക്കാരൻ സർജറി ഇന്ത്യയിൽ നിന്ന് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ കണ്ട് തിരിച്ച് പുള്ളിക്കാരൻ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി. സമ്മർ സോൾട്ടൊക്കെ അടിക്കാൻ നിങ്ങൾ കണ്ടുകൊണ്ട് സമ്മർ സോൾട്ടൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ അത്ര സ്റ്റേബിൾ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ആ പ്രീ ഇഞ്ചുറി ലെവലൊക്കെ പുതിയ ട്രീറ്റ്മെൻറ്റ്സിൻ്റെയും കീ ഹോൾ സർജറിയുടെയൊക്കെ അഡ്വാൻറ്റേജ് വെച്ചാൽ പ്രീ ഇഞ്ചുറി ലെവലിലേക്ക് വീണ്ടും അയാളെ സ്പോർട്സ് മോഡിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഈ സ്പോർട്സ് ഇഞ്ചുറി വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ആദ്യത്തെ കുറച്ച് നേരം നമ്മൾ ഇത് എന്ത് ചെയ്യണം, ഇവർ ഇരുത്തണോ കിടത്തണോ എന്താണെന്നുള്ളത്, എന്താ ചെയ്യേണ്ടത് ശരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ? സ്പോർട്സ് ഇഞ്ചുറി മാത്രമല്ല, എന്ത് ഇഞ്ചുറി വന്നാലും, ഏത് ഇഞ്ചുറി വന്നാലും കോമൺ കാര്യങ്ങൾ അതിന് പറയുന്നത് റൈസ് എന്നാണ് പറയുന്നത്. നമ്മുടെ റൈസില്ല, RIC, അതായത് 6 റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പം നമ്മളൊക്കെ ഇപ്പോൾ ഇതിപ്പോൾ ഇഞ്ചുറിയുടെ മാത്രം ഇപ്പോൾ റോഡിലൊരു ആക്സിഡൻറ്റ്
കാണുവാണെങ്കിൽ ഇപ്പോൾ ആൾക്കാരൊക്കെ ചെയ്യുന്നത് പിടിച്ചെല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പുള്ളിക്കാരനോടെ സ്റ്റേബിളായിട്ട് കിടത്തുക. ഏറ്റവും പറ്റുവാണെങ്കിൽ ഒരു തടി കഷ്ണമോ എന്ത് കിട്ടുന്നെങ്കിൽ ഒടിവുണ്ടെങ്കിൽ അത് വെച്ച് കെട്ടുക. എന്നിട്ട് നട്ടൽ ഇഞ്ചുറി ഉണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മൊബിലൈസ് കഴിഞ്ഞാൽ ചിലപ്പം കാല് തളർന്നുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഒരു ആംബുലൻസ് കിട്ടുവാണെങ്കിൽ സ്പൈൻ ബോർഡിനകത്ത് കിടത്തിയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. തിരിച്ച് റൈസിലോട്ട് വരുവാണെങ്കിൽ റെസ്റ്റ് എന്ന് വെച്ചാൽ ആറിൻ്റെത് എന്നുള്ള ഐസ് പാക്സ് വെക്കുക. അപ്പോൾ എന്ത് ഇഞ്ചുറി ഉണ്ടെങ്കിൽ ലിഗമെൻ്റ് ഇഞ്ചുറി ആയാലും സ്പ്രെയിൻ ആയാലും ഐസ് പാക്സ് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. രണ്ടാമത് കംപ്രഷൻ, പറ്റുമെങ്കിൽ കംപ്രഷൻ ബാൻഡേജ് കൊടുക്കുക നിങ്ങൾക്ക്. എന്ന് വെച്ചാൽ എലവേറ്റ് ചെയ്യുന്നത്, എലവേഷൻ എന്നുള്ളതിന്. അപ്പോൾ ആ ഭാഗം പൊക്കി വെക്കുക എന്നുള്ള. അപ്പോൾ റൈസ് എന്നുള്ളതാണ് എന്ത് ഇഞ്ചുറി ഉണ്ടെങ്കിലും കോമൺ ആയിട്ടുള്ളത്. അല്ലാതെ ആൾക്കാർ കൂടി എല്ലാം കൂടെ പിടിച്ച് ഇങ്ങനെ ചുരുട്ടിയിട്ട് ഓട്ടോയിൽ കൊണ്ട് പോകുക എന്നുള്ളതല്ല. റെസ്റ്റ് കൊടുക്കുക, ആളിനെ കംപ്ലീറ്റ് ആയിട്ട് ഇമ്മൊബിലൈസ് ചെയ്യുക. എസ്പെഷ്യലി മേജർ റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് ഒക്കെ വരുവാണെങ്കിൽ ആംബുലൻസ് വിളിച്ച് സ്പൈൻ ബോർഡിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ഒരുപാട് ധൃതി പിടിച്ച് ഇങ്ങനെ ഇളക്കി ഇറ്റ്സ് കോൾഡ് കൊളാറ്ററൽ ഡാമേജ് എന്ന് പറയും. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോഴത്തേക്കും സ്പൈൻ ഫ്രാക്ചർ ഉണ്ടെങ്കിൽ അകത്തുള്ള സുഷുമ്ന നാഡിക്ക് സ്പൈനൽ കോഡ് ഡാമേജ് വരാനും ആൾ പെർമനൻ്റ് ആയിട്ട് തളർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആളെ അനക്കാതെ കിടത്തിയിട്ട് സ്പൈൻ ബോർഡിനകത്ത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഓക്കെ. ഇപ്പം ഇതിൽ ഇപ്പം ഡോക്ടർ ഐസ് പാക്ക് വെക്കണം എന്ന് പറഞ്ഞില്ല. ഇപ്പം നമ്മൾ ഒരു കോമൺ പെർസ്പെക്റ്റീവിൽ ചോദിക്കുമ്പോൾ ഈ ഐസ് പാക്ക് ആണോ വെക്കേണ്ടത് അതോ ചൂട് വെള്ളമാണോ വെക്കേണ്ടത്, ചൂടാണോ കൊള്ളേണ്ടത്, ഈ ഒരു ഡൗട്ട് ഉണ്ട്. ഇത് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക? അക്യൂട്ടായിട്ടുള്ള ഇഞ്ചുറീസ് ഇല്ല. ഇപ്പോൾ സ്പോർട്സ് ഇഞ്ചുറി, അക്യൂട്ടായിട്ടുള്ള ഇഞ്ചുറി എന്ത് വന്നാലും, ഇപ്പം ലിഗമെൻ്റ് ഇഞ്ചുറി ആയാലും ബോൺ ഇഞ്ചുറി ആയാലും അക്യൂട്ടായിട്ടുള്ള എന്ത് ഇഞ്ചുറിക്കും, അതായത് അക്യൂട്ട് വെച്ചാൽ ഇപ്പോൾ സംഭവിച്ച ട്രോമാറ്റിക് ഇഞ്ചുറിക്കൊക്കെ വെക്കേണ്ടത് ഐസ് പാക്സ് ആണ്, ഐസ് തന്നെയാണ്. നമുക്കല്ലാതെ ക്രോണിക് ഡിസോർഡേഴ്സ് ഉണ്ട്, ഇപ്പോൾ വാദം എന്നൊക്കെ പറയത്തില്ലേ, സന്ധിവേദന, ഇതിനൊക്കെ പക്ഷേ ഹോട്ട് പാക്സ് ആണ് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള. അക്യൂട്ട് ഇഞ്ചുറിക്ക് ഐസ്, ക്രോണിക് ആയിട്ടുള്ള സന്ധിവാദം അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഓസ്റ്റിയോആർത്രൈറ്റിസിനൊക്കെ ആണെങ്കിൽ ഹോട്ട് പാക്സ് ആണ് കുറച്ചും കൂടെ എഫക്റ്റീവ്. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, ഈ നമ്മുടെ ഷോൾഡർ, നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങുവാണെങ്കിൽ ഷോൾഡറിൻ്റെ പ്രശ്നം, ഷോൾഡറിന് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, വരാൻ സാധ്യതയുള്ള ഇഞ്ചുറീസ് എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞ കണക്കിന് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഷോൾഡർ ഇൻസ്റ്റബിലിറ്റി, ഡിസ്ലൊക്കേഷൻ. നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു. പിന്നെ റൊട്ടേറ്റർ കഫ് ടയർ, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇത് രണ്ടുമാണ് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുള്ളത്. അപ്പം ഇൻസ്റ്റബിലിറ്റി, ഡിസ്ലൊക്കേഷൻ ചെറുപ്പക്കാർക്കും കുറച്ച് പ്രായമുള്ളവർക്ക്, നമ്മൾ 40 കഴിയുമ്പോൾ ചില വീക്കെൻഡ് വാരീസ് എന്ന് പറയും, ആ സമയത്ത് കളിക്കാനൊക്കെ ഇറങ്ങുന്നവർക്കുണ്ട്, അവർക്കാണ് ഈ റൊട്ടേറ്റർ കഫിന് ടയർ വരാനുള്ള ചാൻസ് കൂടുതൽ. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, നോർമൽ തുണി കീറണമെങ്കിൽ കത്രി കൊണ്ട് മുറിക്കണം. നമ്മൾ പ്രായമാകുമ്പോൾ നമ്മൾ മസിൽസ് ഒക്കെ ആണെങ്കിൽ പിഞ്ചു പോയ തുണിയാണ്. അപ്പോൾ നമ്മൾ 40 കഴിഞ്ഞിട്ടൊക്കെ ജിമ്മിൽ പോകുമ്പോൾ പ്രോപ്പറായിട്ട് ട്രെയിനിങ് കിട്ടാതെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പർ ട്രെയിനർ ഇല്ലെങ്കിൽ, അലക്ഷ്യമായിട്ട് വെയിറ്റ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ വാട്ട് ഡു യു കോൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നത് എക്സസീവായിട്ട് ചിലപ്പോൾ ചെയ്യും. അങ്ങനെ ചെയ്യാൻ ഡെഡ് ലിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതായത് പ്രോപ്പർ വാമപ്പ് ഇല്ലാതെ ടെക്നിക്ക് തെറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കഫ് ടയർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, എസ്പെഷ്യലി കുറച്ച് 40 കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ അടുത്ത് നമ്മുടെ ബൈസെപ്സ് ഉണ്ട്, ബൈസെപ്സ് ടെൻഡിന് ഇഞ്ചുറീസ് വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അത് ഈ പ്രായത്തിലല്ല, ത്രോയേഴ്സിലാണ്. എക്സ്ട്രീം ത്രോയിങ് വരുമ്പോഴത്തേക്കും ബൈസെപ്സിന് ഇഞ്ചുറി വരാനുള്ള ചാൻസ്. ഇത് മൂന്നുമാണ് കോമൺ ആയിട്ടുള്ള ഷോൾഡറിൻ്റെ ഇഞ്ചുറീസ് ഉള്ളത്. അപ്പോൾ ഇതിന് സർജറി ആണോ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്? എല്ലാത്തിനും സർജറി അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 40 ഇയേഴ്സ് കഴിഞ്ഞ് ഡിസ്ലൊക്കേഷൻ വരുന്നെങ്കിൽ യൂഷ്വലി റെക്കറൻസ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അവർക്ക് നമ്മൾ കൺസർവേറ്റീവ് മാനേജ് ചെയ്യാം. അത് കണക്ക് തന്നെ ലാക്സിറ്റി, ലിഗമെന്റ് ലാക്സിറ്റി കാരണം ഷോൾഡർ ഇൻസ്റ്റബിലിറ്റി ഉള്ളവർക്കും ഫിസിയോതെറാപ്പിയാണ്. പക്ഷേ ഒരു ട്രോമാറ്റിക് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ വന്ന് നിങ്ങളുടെ 20 വയസ്സിന് താഴെ ആണെങ്കിൽ ഇപ്പോഴത്തെ റെക്കമെൻഡേഷൻ സർജറി റെഡിയാക്കുന്നില്ല. കാരണം സെക്കൻഡറി ഡാമേജ് ബോണിന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി, ബോൺ ലോസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സർജറി, കീ ഹോൾ സർജറി ചെയ്യാന്നുള്ളതാണ്. കീ ഹോൾ സർജറി വെച്ച് കഴിഞ്ഞാൽ പെയിൻലെസ് ആണ്, ആകെ 2-3 സ്റ്റിച്ച് മാത്രമേ കാണത്തുള്ളൂ, നെക്സ്റ്റ് ഡേ വീട്ടിൽ പോകാം. അപ്പോൾ അതൊക്കെയാണ് അഡ്വാൻറ്റേജ്.